Hi friends, welcome to Craft Wonders. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സാരി അല്ലെങ്കിൽ ദുപ്പട്ടൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഷ്രഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാരിയോ അല്ലെങ്കിൽ ദുപ്പട്ടൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഷ്രഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഷ്രഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു സാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സാരി ഇല്ലെങ്കിൽ ദുപ്പട്ട ആയാലും മതി, നമ്മുടെ ഷാൾ അല്ലെങ്കിൽ ദുപ്പട്ട നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ അമ്മമാരുടെ സാരിയോ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഫാഷൻ പോയ സാരികളൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് നല്ല ഭംഗിയുള്ള ഷ്രഗ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ എടുത്തുള്ള സാരി കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈനിങ് ഒന്നും വെക്കേണ്ട ഷ്രഗിന്. നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഷ്രഗാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ലെങ്ത്ത് അടയാളപ്പെടുത്തുകയാണ്. ലെങ്ത്ത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ ഫുള്ള് ലെങ്ത്ത് വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഫുള്ള് എൻ്റെ അതായത് അടി വരെ മുട്ടത്തക്ക രീതിയിലുള്ള ലെങ്ത്താണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് ആദ്യം അടയാളപ്പെടുത്താം. അപ്പം ഞാൻ ഈ സാരിയുടെ മുന്താണി ഭാഗത്ത് കുറച്ച് ഡിസൈനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഫ്രണ്ട് പോർഷൻ ഈ മുന്താണിയുടെ ഈ ഒരു ഭാഗമാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം വെച്ചിട്ട് അടയാളപ്പെടുത്താം. ഞാനിവിടെ ഒരു 60 ഇഞ്ച് എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഫുൾ ലെങ്ത്താണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 60 ഇഞ്ചൊക്കെ വരും. പിന്നെ നിങ്ങൾക്ക് പിന്നെ ഒരു മടക്കിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെ കൂടുതൽ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടുന്നത് അതുപോലെ രണ്ടാക്കി മടക്കുന്നുണ്ട്. ഇപ്പോൾ 2 പാർട്ടാക്കിയിട്ട് എടുക്കുക. ഒന്ന് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡ് ഞാൻ മുന്താണിയുടെ ആ ഒരു ഭാഗമാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഫുൾ ലെങ്ത്ത് എടുത്തുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് പകുതി വരെയൊക്കെ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ലെങ്ത്ത് നിങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ഇതിനിങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 പീസും ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അളവിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ചുരിദാറോ അല്ലെങ്കിൽ ഏതെങ്കിലും കുർത്തെടുത്തിട്ട് അതും ഇതുപോലെ 2ആക്കി മടക്കുക. എന്നിട്ട് കറക്റ്റ് ഇങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ ഷോൾഡർ ഭാഗം ഇതുപോലെ അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കിനി കൈക്കുഴി അടയാളപ്പെടുത്താം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ കൈയിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി അടിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കൈക്കുഴിയുടെ ഭാഗം നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇത് ഈസിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ഷേപ്പും നമ്മൾ അതിനനുസരിച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബോഡിയുടെ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഒരു 1 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കുക. പിന്നെ നമ്മളിത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്കങ്ങനെ ഫിറ്റോ കാര്യങ്ങളൊന്നും തോന്നില്ല, നമുക്ക് ഈസിയാണ്. അപ്പോൾ അത് ഷേപ്പിൻ്റെ കാര്യത്തിൽ അത്ര പ്രശ്നമില്ല. കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ നമുക്ക് അടയാളപ്പെടുത്താം. ലെങ്ത്ത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമേ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ കൈക്കുഴിയും ഷേപ്പും നമ്മൾ അടയാളപ്പെടുത്തിയതനുസരിച്ചിട്ട് വെട്ടിക്കൊടുക്കുകയാണ്. ഇനി ഞാൻ നെക്കിൻ്റെ പോർഷൻ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം വെച്ച പോലെ തന്നെ വെച്ചിട്ട് നെക്കും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. നെക്ക് ഭാഗം നമുക്ക് റൗണ്ട് ഷേപ്പോ അല്ലെങ്കിൽ വി ഷേപ്പിലൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഈ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഓപ്പൺ ആയതുകൊണ്ട് പിന്നെ നെക്കിൻ്റെ പ്രശ്നം വരുന്നില്ല. അത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ.
അതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ബാക്ക് നെക്ക് അധികം ആവശ്യമില്ല. ഇങ്ങനത്തെ ഷ്രഗിനൊന്നും നമുക്ക് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു റൗണ്ടിൽ അങ്ങനെ കട്ട് ചെയ്താൽ മാത്രം മതി. അപ്പം നമ്മൾ നെക്കും അതുപോലെ കൈക്കുഴിയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതാ 2 പോർഷൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കിതാ ഈ കഴുത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് ചെറുതാക്കിയിട്ട് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിവിടെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെയും നമ്മളിതാ ഇതുപോലെ ഒരു 2 ആക്കിയിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ അറ്റം ഭാഗം ഇങ്ങനെ 2 ആക്കിയിട്ട് അവിടെയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കൈക്കുഴിയുടെ ഭാഗവും നമ്മൾ മടക്കി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇതാണ് തയ്ക്കുന്നത്. ഇപ്പോൾ നമുക്ക് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുരിദാറിൻ്റെ ആ സ്ലീവ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഫ്രണ്ടും അതുപോലെ തന്നെ കൈക്കുഴിയുടെ ഭാഗമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡും ഞാൻ അതുപോലെ തന്നെ ബാക്ക് സൈഡിൻ്റെ കഴുത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ ബോഡിയുടെ ഈ 2 ഭാഗവും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദേ നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ വരും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ നെക്കിൻ്റെ പോർഷൻ്റെ അവിടെ ബട്ടൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും വള്ളികൾ വേണമെങ്കിൽ പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഓപ്പണായി ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ മറ്റൊരു സാരി വെച്ച് ചെയ്തതാണ്. ഇതിൽ ഞാൻ സ്ലീവൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ സാരിയുടെ അടിഭാഗമാണ് ഇങ്ങനെ സെൻറ്ററിൽ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡിസൈനൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വി നെക്കാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്, കണ്ടല്ലോ. പിന്നെ ഇതിന് ഞാൻ സ്ലീവ് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പാർട്ടി വെയർ പോലെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഞാൻ സ്ലീവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇത് വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. നമുക്ക് സാരിയോ അല്ലെങ്കിൽ നമ്മുടെ ഷാള് അല്ലെങ്കിൽ ദുപ്പട്ട ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്കതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരിക. എനിക്ക് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ക്രാഫ്റ്റ് വണ്ടേഴ്സ് തന്നെയാണ് പേജിൻ്റെ പേര്. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.